ഹായ് ഫ്രണ്ട്സ്, അപ്പൂസ് ഓൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിലെ AC-യുടെ റിമോട്ട് കുട്ടികളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ടെമ്പറേച്ചർ മാറാനോ അല്ലെങ്കിൽ ഇതിൻ്റെ മോഡ് മാറിക്കിടക്കാനോ ഫാൻ സ്പീഡ് മാറാനോ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും തണുപ്പില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫാന് ഒട്ടും കാറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ കൂടുതലും നമ്മൾ ഈ അറിയാതെ തന്നെ ഈ റിമോട്ടിൽ ഫങ്ഷൻ എല്ലാം മാറിക്കിടക്കുന്നതുകൊണ്ടായിരിക്കാം മിക്ക വീടുകളിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ മോഡ് മാറ്റാനോ അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫാൻ സ്പീഡ് മാറ്റാനോ ഒക്കെ ആ ഒരു ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ മാറുന്നതായിരിക്കും. അപ്പോൾ ഇത് അറിയാവുന്ന ഒരുപാട് പേര് കാണും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ റിമോട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എത്രയാണോ ടെമ്പറേച്ചർ വേണ്ടത് അത് സെറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു മോഡ് കണ്ടില്ലേ, അതാണ് കൂൾ മോഡ് എന്ന് പറഞ്ഞാൽ ഈ മോഡായിരിക്കണം അതിൽ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഫാൻ സ്പീഡും ഇതുപോലെ ഫുള്ളാക്കി ഇടുക, അല്ലെങ്കിൽ ഓട്ടോ ഫാൻ സ്പീഡ് ഇട്ടാൽ. ഡൈക്കിൻ്റെ AC-യുടെ റിമോട്ടിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എക്കണോ പിന്നെ പവർ ചിൽ എന്ന് പറയുന്ന രണ്ട് ബട്ടൺ കാണും. അത് ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു താക്കോലിൻ്റെ ചിഹ്നം കാണിച്ചിരിക്കുന്നത്. ഈ ചിഹ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിമോട്ട് ലോക്കായിട്ടുണ്ടെന്നാണ്. ഇത് നിങ്ങൾ കുട്ടികളുടെ കയ്യിലോ ആരുടെ കയ്യിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിമോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റുമ്പം ആ ഒരു ബട്ടൺ, ഏതെങ്കിലും ഒരു ബട്ടൺ നീങ്ങി എൻ്റെ സെറ്റിങ്സ് മാറാനോ ഒന്നും പോകുന്നില്ല. ഈ ലോക്ക് ഉള്ളത് കൊണ്ട് ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഇനി നിങ്ങൾക്കിത് അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ നെക്കിയ പോലെ തന്നെ പവർ ചിൽ എന്ന് പറയുന്ന ബട്ടണും എക്കണോ എന്ന് പറയുന്ന ആ ബട്ടണും കൂടെ ഒരുമിച്ച് പഴയ പോലെ തന്നെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ആ ലോക്ക് മാറുന്നതായിരിക്കും. കണ്ടു? അപ്പം വളരെ അത്യാവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങളിത് ചെയ്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾക്ക് റിമോട്ട് ഉപയോഗിക്കാം. പിന്നെ ചില കസ്റ്റമർ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറയും നമ്മുടെ റിമോട്ട് വർക്കിംഗ് ആണ്, പക്ഷേ സെൻസ് ചെയ്യുന്നില്ല, AC-യിൽ പിടിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് അതിൻ്റെ ക്യാമറ ഓൺ ചെയ്ത് ഇതിങ്ങനെ നെക്കി നോക്കുമ്പം ഓരോ ബട്ടണും നെക്കാൻ നേരത്തെ ഇങ്ങനെ കാണാൻ സാധിക്കും അതിനകത്തെ ആ ബൾബ് കത്തുന്നത്. നമ്മൾ നോർമലി നോക്കിയത് അറിയാൻ പറ്റത്തില്ല, ആ കത്തുന്നത് കാണാൻ സാധിക്കില്ല. നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിൻ്റെ ക്യാമറ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ബട്ടൺ നെക്കിയാലും ഈ പറഞ്ഞ പോലെ ആ ലൈറ്റ് കത്തുന്നുണ്ടോ ഇല്ലെന്ന് കാണാൻ സാധിക്കും. അത് കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ റിമോട്ടിൻ്റെ പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ ബാറ്ററിയുടെ പ്രശ്നമായിരിക്കും. ഇതേപോലെ തന്നെ വേറൊരു റിമോട്ടിലും കാണിച്ചു തരാം. എല്ലാ റിമോട്ടിലും ആ ബൾബ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ ഓരോ ബട്ടൺ നിൽക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റ് കത്തുന്നതിന് കാണാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിമോട്ടിന് പ്രശ്നമില്ലെന്നാണ്. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ റൂമിലെ AC-യുടെ ടൈമർ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഓരോ കമ്പനിയുടെ AC-ക്കകത്തും ഓരോരോ രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ടൈമർ സെറ്റ് ചെയ്യുന്നത് നമുക്ക് ആ ഓഫ് എന്ന് പറഞ്ഞ ബട്ടണിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിമോട്ട് എത്രയിലാണോ നിങ്ങൾ AC-യുടെ ഓഫാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ടൈം നിങ്ങൾ ആ ഓഫ് ബട്ടണിൽ തന്നെ നിൽക്കുമ്പോഴത്തേക്കും എത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് ഓഫ് ആവണമെന്നുള്ളത് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് 5 മണിക്കൂറാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 5 മണിക്കൂർ കഴിഞ്ഞ് AC ഓഫ് ആവുന്നതായിരിക്കും. ഇതേ രീതിയിൽ തന്നെ നമുക്ക് AC ഓൺ ആവണമെന്നുണ്ടെങ്കിൽ ആ ഓൺ എന്ന് പറയുന്ന ബട്ടൺ ഞെക്കിയതിന് ശേഷം നമ്മൾ ഓഫ് ആവാനായിട്ട് 5 മണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഓൺ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓൺ എന്ന് പറയുന്ന ആ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്യുക. അതിനുശേഷം ആ ഓൺ എന്ന് പറയുന്ന ബട്ടണിൽ തന്നെ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സമയം കഴിഞ്ഞിട്ടാണോ AC റീസ്റ്റാർട്ട് ആവേണ്ടത് ആ ഒരു സമയം ഇതിൽ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം പഴയ പോലെ തന്നെ AC ഓഫ് ആവേണ്ട സമയം വരുമ്പം 5 മണിക്കൂർ കഴിയുമ്പോൾ ഓഫാകും. അതിനുശേഷം നിങ്ങൾ എത്ര മണിയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സമയം വരുമ്പം റീസ്റ്റാർട്ടാകും ചെയ്യും. ഇതിലൂടെ നിങ്ങൾക്ക് കറണ്ട് ചാർജ് കുറയ്ക്കാനും അതുപോലെ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും. ടൈമർ വേണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ബട്ടൺ ഞെക്കിയാൽ മതിയാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.